If your business is not on the internet, then your business will be out of business. The successful businessman and the co-founder of Microsoft, Bill Gatesന്റെ വാക്കുകളാണ് ഇത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പാർട്ട് 2ന്റെ തുടക്കം അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ ആവട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ്. നമ്മൾ പുതിയതായി ഒരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കാം. ആ ബിസിനസ്സിൻ്റെ നെഗറ്റീവ് പാർട്ടും പോസിറ്റീവ് പാർട്ടും ആളുകൾ പറയുമെന്നതാണ്. നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവായോ നെഗറ്റീവായോ ആളുകൾ എടുക്കട്ടെ, പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 4 പേര് അതിനെപ്പറ്റി എന്തെങ്കിലും പറയണം എന്നതാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ ലോകത്തിൽ നമ്മളുടെ പ്രസൻസ് ഉണ്ടാവുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ മീഡിയാസിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് നമ്മുടെ ബിസിനസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കൂടുക മാത്രമല്ല, ബിസിനസിൻ്റെ റെപ്യൂട്ടേഷനെ ഇത് ബാധിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് തുടക്കം കുറിക്കാനുള്ള 10 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് അറിയുക. ലക്ഷ്യം മാർക്കത്തെ സാധൂകരിക്കുമെന്ന് കേട്ടിട്ടില്ലേ? തീർച്ചയായും നമ്മൾ അറിയണം, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്നും ലഭിക്കേണ്ടത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് സെയിലാണോ, അതോ എന്തെങ്കിലും കസ്റ്റമർ സർവീസ് പോലുള്ളതാണോ? നിങ്ങൾക്ക് കസ്റ്റമേഴ്സായി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരിക്കും നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന കണ്ടന്റിൻ്റെയും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെയും ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2, നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളെ പറ്റി വിലയിരുത്തുക. എല്ലാം സ്മൂത്തായി കൊണ്ടുപോകാനുള്ള റിസോഴ്സസ് ഉണ്ടോ ഇല്ലയോ? ആരാണ് നിങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? ആരാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്? ആരാണ് ഓൺലൈൻ ബിസിനസ്സിനെ ഫേസ് ചെയ്യാനും അതിലൂടെ വരുന്ന ക്വസ്റ്റ്യൻസിന് റെസ്പോണ്ട് ചെയ്യാനും ഉള്ളത്? ഓൺലൈൻ കോൺവെർസേഷൻസ് ഒക്കെ നടത്താനുള്ള ടെക്നിക്കൽ അവൈലബിലിറ്റി നിങ്ങളുടെ വീടുകളിൽ തന്നെ ഉണ്ടോ? ഇല്ലെങ്കിൽ അതെങ്ങനെ നിങ്ങൾ സാധ്യമാക്കും? അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൻ്റെ എല്ലാ പാർട്സിനെയും കൈകാര്യം ചെയ്യാനും നിങ്ങളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള ആളുകൾ നിങ്ങളുടെ അടുത്തുണ്ടോ എന്നുമാണ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. കുറച്ചുകൂടെ വലിയ ബിസിനസ് ഒക്കെ ആണെങ്കിലാണ് ഇത് കൂടുതൽ ബാധിക്കുക. അല്ല, ഇതൊക്കെ സെൽഫായി തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് യുവർ മാർക്കറ്റിംഗ് ഇൻ സോഷ്യൽ മീഡിയ. 3rd സ്റ്റെപ്പ്, നിങ്ങളുടെ ഓഡിയൻസിനെ അറിയുക എന്നതാണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നോക്കുക എവിടെ ആ ബിസിനസ് തുടങ്ങിയാലാണ് വിജയിക്കുക എന്നതാണ്. ഒരാൾ താമസമില്ലാത്ത ഒരു ഏരിയയിൽ പോയി നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് കൂടുതൽ സമയം ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ് എന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നതും സംസാരിക്കുന്നതുമായ കണ്ടന്റ്സ് എന്താണ്? എന്ത് തരം ഇൻഫോർമേഷനാണ് അവർക്ക് നിങ്ങളിൽ നിന്നും വേണ്ടത്? അവർക്ക് താല്പര്യമില്ലാത്തത് എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആളുകൾ കൂടുതൽ സംസാരിക്കുന്നതും അറിയാൻ ഉദ്ദേശിക്കുന്നതും ലോക്ക്ഡൗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താവും, എന്തെല്ലാം ജോലി സാധ്യതകളാവും, എന്ത് ബിസിനസ് തുടങ്ങിയാലാവും വിജയിക്കുക എന്ന കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ മാർക്കറ്റിംഗ് ആയി ബന്ധപ്പെട്ട മെസ്സേജസ് പബ്ലിഷ് ചെയ്യുകയല്ല. നമ്മൾ അറിയേണ്ടത് എന്താണ് നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ടത്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് ഉപകാരമുള്ളതും ഇൻട്രസ്റ്റിംഗും ആയിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 4, ക്രിയേറ്റ് അമേസിംഗ് കണ്ടന്റ്സ്. എവിടെയാണ് ആളുകൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്, എന്ത് കണ്ടന്റാണ് ഓഡിയൻസ് മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ളത് എന്നറിഞ്ഞാൽ പിന്നെ അവർക്ക് ആ കണ്ടന്റിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള സമയം കൊടുക്കുക എന്നതാണ്. അവർക്ക് എന്ത് തരം ഇൻഫോർമേഷനാണ് നമ്മളിൽ നിന്ന് വേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അമേസിംഗ് കണ്ടന്റ്സ് ഇങ്ങനെ ഓഫർ ചെയ്തുകൊണ്ടേയിരിക്കണം. കോൺവെർസേഷൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് ലോയലായി നമ്മളെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സോഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളെ ലഭിച്ചാൽ അവരുടെ എക്സ്പീരിയൻസ് ആൻഡ് നീഡ്സ് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ആളുകളിലേക്ക് നമുക്ക് കൂടുതൽ എത്തിച്ചേരാനും സാധിക്കും. ഇൻ്റഗ്രേറ്റ് യുവർ മാർക്കറ്റിംഗ് എഫേർട്സ് എന്നതാണ് സ്റ്റെപ്പ് നമ്പർ 5. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്സ് എല്ലാം തന്നെ ഓൺലൈനായും ഓഫ്ലൈനായും ഫീഡ് ചെയ്ത് വെക്കുക. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എഫേർട്സും സോഷ്യൽ മീഡിയ എഫേർട്സും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ തന്നെ ഇറ്റ് വിൽ ബി പ്രൊമോട്ട് യുവർ ബിസിനസ്.
ക്രിയേറ്റ് എ ഷെഡ്യൂൾ എന്നതാണ് സ്റ്റെപ്പ് നമ്പർ 6. ഇനി വേണ്ടത് നമ്മുടെ ഡെയിലി ലൈഫ് ഷെഡ്യൂളിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക എന്നതാണ്. കുട്ടികൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കുമ്പോഴാണ് അവരെ കൂടുതൽ അറിയാനും അവരുടെ വളർച്ച അറിയാനും നമുക്ക് സാധിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഓരോ ദിവസവും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഗ്രോത്ത് അറിയാനും സ്പെസിഫിക് ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു വർക്ക് ഡേയിൽ നിങ്ങളുടെ മെയിൽ എല്ലാം ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് നിങ്ങൾ ട്വിറ്ററിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് ഡേ അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 5 മിനിറ്റ് കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. സ്റ്റെപ്പ് നമ്പർ 7 എന്ന് പറയുന്നത് 80-20 റൂൾ അഡോപ്റ്റ് ചെയ്യുക എന്നതാണ്. ഒരു 80% നിങ്ങളുടെ സമയം സെൽഫ് പ്രൊമോഷൻ അല്ലാതെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുക. 20% നിങ്ങളുടെ സെൽഫ് പ്രൊമോഷന് വേണ്ടി. അടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാളിറ്റിയിലാണ്, ക്വാണ്ടിറ്റിയിലല്ല. നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവുക എന്നതല്ല, നമ്മളെ അറിയുന്ന നമ്മുടെ പ്രൊഡക്റ്റിൽ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവുക എന്നതാണ്. ജസ്റ്റ് സൈൻ അപ്പ് ചെയ്ത് നിങ്ങളെ ഫോളോ ചെയ്യുന്ന 10,000 ആളുകളെക്കാളും നിങ്ങളുമായി എൻഗേജ്ഡ് ആയിട്ടുള്ള, ലോയലായി നിങ്ങളെ ഫോളോ ചെയ്യുന്ന 1000 പേരെങ്കിലും ഉണ്ടാവുക എന്നതാണ്. ഒരിക്കലും ഫോളോവേഴ്സിന്റെയും സബ്സ്ക്രൈബേഴ്സിന്റെയും എണ്ണം കൂട്ടാൻ മാത്രമുള്ള അടിമകളാവരുത് നമ്മൾ. അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ ഒരു കൺട്രോൾ എപ്പോഴും വെക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള ഓൺലൈൻ കോൺവെർസേഷന് ഒരു കൺട്രോൾ എപ്പോഴും വെക്കണം. ഒരിക്കലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ല നിങ്ങളുടെ ബ്രാൻഡിനും ബിസിനസ്സിനും ലഭിക്കേണ്ടത്. ഓർക്കേണ്ടത് സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യം എംപതി ഓർ ഇൻവിസിബിലിറ്റി അല്ല എന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് കീപ് ലേണിംഗ്. എന്ത് ചേഞ്ച് തന്നെ ടെക്നോളജിയിൽ വന്നാലും നമ്മൾ ആ ചാലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം. എപ്പോഴും ഒരു നല്ല ലിസണർ ആൻഡ് ലേണർ ആവുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സോ സോഷ്യൽ മീഡിയയിലേക്ക് തുടക്കം കുറിക്കാനുള്ള ബേസിക് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു പിക്ചർ നൽകിക്കഴിഞ്ഞു. അടുത്ത ട്യൂട്ടോറിയലിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയ ചാനൽസ് ആണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്നറിയാം. താങ്ക് യു.